ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സ്കൈ വാച്ചിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ മഹാപ്രളയത്തിനും അടുത്തിടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ ശേഷവും നമ്മൾ മലയാളികളെ കാലാവസ്ഥ റിപ്പോർട്ടിനെ പഴയതിലും ഗൗരവത്തോടെ കണ്ടു തുടങ്ങിയത്. കാരണം പണ്ട് നമ്മൾ ഈ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്, ഈ ഓറഞ്ച് അലേർട്ട് അതിനൊന്നും ഈ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. ഈ കാലാവസ്ഥ റിപ്പോർട്ടുകൾക്കൊന്നും അധികം പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ എവിടെയാണ് റെഡ് അലേർട്ട്, എവിടെയാണ് യെല്ലോ അലേർട്ട്, എവിടെയാണ് ഈ ഗ്രീൻ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അപ്ഡേറ്റുകൾക്ക് അത്രയും വലിയ പ്രാധാന്യവുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഹലോ മലയാളത്തിൽ സ്കൈ വാച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക സെഗ്മെന്റ് തന്നെ ഇന്നു മുതൽ തുടങ്ങാമെന്ന് വെച്ചത്. സ്കൈ വാച്ചുമായി ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുമായി എത്തുന്നത് നമ്മുടെ അഞ്ജലിയാണ്. അഞ്ജലി, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, നോക്കിയാലോ? ഗുഡ് മോർണിംഗ് സേതു. പ്രിയ പ്രേക്ഷകർക്കും സുപ്രഭാതം. കാലാവസ്ഥ അപ്ഡേറ്റുകൾ വിശദമായി ദൃശ്യമികവിൽ നൽകാനാകും വിധമാണ് ന്യൂസ് മലയാളം സ്കൈ വാച്ച് തയ്യാറാക്കുന്നത്. ഏറ്റവും പ്രാദേശികമായ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വരെ സ്കൈ വാച്ചിലുണ്ടാകും. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയെന്ന് നോക്കി വരാം. നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണും. അതായത് ഇനിയുള്ള കാലാവസ്ഥ വിവരങ്ങളെല്ലാം നമ്മുടെ ഗ്രാഫിക്സ് ടീം കൃത്യമായിട്ട് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും. സംസ്ഥാനത്ത് ചൂട് കൂടി വരികയാണെന്നുള്ളതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് ഇനി മുതൽ നമ്മൾ തരുന്നതായിരിക്കും. ചൂട് മാത്രമല്ല കേട്ടോ, മഴക്കാലത്തെ വിശദാംശങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, തൃശ്ശൂർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂടിൻ്റെ ഇപ്പോഴത്തെ ഒരു നില. പാലക്കാട് അതുപോലെ 37 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പൊതുവേ ഉള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് പൊതുവേ ചൂട് കൂടുതലാണ്. പക്ഷേ ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്കൊരു നേരിയ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ആശ്വാസമാണ്. മരുഭൂമിയിലെ മഴ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കിട്ടിയ ഒരു സന്തോഷ വാർത്തയായിരുന്നു അത്. അപ്പോൾ എന്നാലും പൊതുവേ പറയാം, സംസ്ഥാനത്ത് ചൂട് കൂടി വരികയാണ്. ചൂട് ഇനിയും കൂടുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കണ്ണൂരും കാസർഗോഡും ഇന്ന് 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്ന് താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് അറിയിപ്പുള്ളത്. ഇന്നലെയാണെങ്കിൽ മലപ്പുറം, തിരുവനന്തപുരം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മഴ കിട്ടിയത് ചൂടിന് ഒട്ടൊരാശ്വാസം തന്നിരുന്നു. വടക്കൻ ജില്ലകളിൽ കൂടി ഇന്നലെ ആദ്യ വേനൽ മഴ എത്തിയതോടെ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഇന്നലെ മഴ കിട്ടി. മഴയ്ക്കൊപ്പം 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുമുണ്ടായിരുന്നു. നല്ല ഇടിയും മിന്നലും. പിന്നെ വേനൽ മഴ അങ്ങനെയാണെന്ന് അറിയാലോ സേതു. പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ 60 മില്ലി മഴ കിട്ടി. വേനൽ മഴ തൽക്കാലം ഒരു ദിവസം പെയ്തിട്ട് കൊതിപ്പിച്ച് കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൂടാതെ മിക്ക ജില്ലയിലും ഇന്ന് താപനില ഉയരുമെന്നാണ് IMDയുടെ മുന്നറിയിപ്പ്. എന്നാൽ ഇനി പറയുന്ന ജില്ലക്കാർക്ക് ചെറിയൊരു ആശ്വാസ വാർത്തയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴ കിട്ടും. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും നേരിയ മഴ അടുത്ത 3 മണിക്കൂറിൽ പെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി എല്ലായിടത്തും ഇല്ല, ചിലയിടങ്ങളിൽ മാത്രമേ നേരിയ മഴ ലഭിക്കുന്നുള്ളൂ. പിന്നീട് സംസ്ഥാനത്ത് ഈ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഈ ചൂട്, സൂര്യാഘാതം ഒക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകളാണ് ഇനി പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പ്രധാനമായിട്ടും പകൽ 11 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കരുത്. അതായത് നമുക്കറിയാം, ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ പുറത്തു പോയാലുള്ള അവസ്ഥ നമുക്കറിയാം. നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ തന്നെ നമ്മുടെ സൂര്യൻ എത്രമാത്രം നമ്മളെ അത് ബാധിക്കുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പരമാവധി സൂര്യൻ്റെ ചൂട് നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണം. രണ്ടാമത്തേത്, പരമാവധി നല്ല വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക മാത്രമല്ല, ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ്. വെറുതെ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത്, ശുദ്ധമല്ലാത്ത വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുടിക്കുമ്പോൾ നല്ല ശുദ്ധജലം കുടിക്കുക. പിന്നെ വെള്ളം കുടിക്കുന്നെങ്കിൽ തുടർന്നോളൂ. ഇതൊരു നമ്മുടെ ഒരു ജീവിതശൈലിയാണല്ലോ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ആയിട്ടുള്ള ശീതളപാനീയങ്ങളൊക്കെ പരമാവധി ഈ സമയത്ത് ഒഴിവാക്കുക. സേതുവിനറിയാം, നമുക്കിപ്പോൾ കൂടുതലും എല്ലാവരും ഈ നോൺ വെജിലേക്കും ഫാസ്റ്റ് ഫുഡിലേക്കും ഒക്കെ പോകുന്ന സമയമാണ്. പക്ഷേ ഈ സമയത്ത് പരമാവധി നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കൂടാതെ അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതാണ് ഈ സമയത്ത് ഏറ്റവും നല്ലത്. കറുത്ത ഡ്രസ്സ് അധികം ഇടണ്ട. പിന്നെ പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴങ്ങളും പച്ചക്കറികളും കൂടാതെ തന്നെ സംഭാരം കുടിക്കുക, ORS ലായനി തുടങ്ങിയവയൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. ശരി, അഞ്ജലിയാണ് വിശദമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ പ്രേക്ഷകരിലേക്ക്